ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുഞ്ഞു പിള്ളേരുടെ വരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. വീഡിയോ വലിച്ച് തീട്ടുന്നൊന്നുമില്ല, നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡ് തയ്യാറാക്കിയാലോ. വീട്ടിൽ തന്നെ നമുക്ക് ഹോം മെയ്ഡായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. 2-3 ഐറ്റം കാര്യങ്ങൾ മാത്രം മതി. വളരെ സിമ്പിളാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ അളവ് പാത്രങ്ങളും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇതേപോലത്തെ കുപ്പി ഗ്ലാസ്സിലാണ് അളവായിട്ട് എടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 4 ഗ്ലാസ്സിന് 1 ഗ്ലാസ് പഞ്ചസാരയാണ് ഇവിടെ ചേർക്കുന്നത്. 1 ഗ്ലാസ് പഞ്ചസാര ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് അതിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇത് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടി പിടിക്കാനും കരിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പാല് തിളയ്ക്കുന്നത് വരെ തീ കൂട്ടിയിടാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. അല്പം സോഡാപ്പൊടിയും കൂടെ, അതായത് ബേക്കിംഗ് സോഡ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടിയുടെ അളവ് കൂടരുത്. ഇപ്പോൾ ഇവിടെ പാലും തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷമാണ് അല്പം ചേർക്കാനുള്ളത്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. ആ ഒരു കൊഴുപ്പ് പോലത്തത് ആ ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പാല് തിളച്ചു. ഇനി നമുക്കതിനെ കുറുക്കിയെടുക്കണം. ഇച്ചിരി കുറുവി വന്നിട്ടുണ്ട്. ഇച്ചിരി കളറൊക്കെ നല്ല മാറി കിട്ടിയിട്ടുണ്ട്. ഇതുമല്ല, ഇനിയും കളറ് മാറാറുണ്ട്. നമ്മൾ ഇളക്കുന്ന സമയത്ത് അടിയിൽ നല്ല ഇളക്കണം. കാരണം അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കണം. ഇപ്പം നമുക്ക് നമ്മുടെ പാലിൻ്റെയൊക്കെ കളറ് മാറി ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊന്നും ക്ലിയർ ആവാത്തതുകൊണ്ടാണ് വീഡിയോയിൽ ഇങ്ങനെ ഒരു മങ്ങിയിരിക്കുന്നത്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ കിട്ടിയ കേട്ടോ. ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് പാല് നല്ലവണ്ണം കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടെ ഒന്ന് കുറുകി കിട്ടിയാൽ മതി. ഈ ഒരു പരുവമായപ്പോൾ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് കിട്ടണം. കാരണം ഇത് നമ്മൾ ഇറക്കി വയ്ക്കുന്ന സമയത്ത് ഇച്ചിരി കൂടെ ഇരുന്ന് കുറുവും. അപ്പോൾ കറക്റ്റ് നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു തിക്നെസ്സിൽ കിട്ടുന്നതാണ്. ഇപ്പം നമ്മൾ കണ്ട ഈ പരുവത്തിൽ, ഇതിലിപ്പോൾ ഒരു ഡാർക്ക് കളറിലാണ് കാണുന്നത്. സത്യത്തിൽ ഈ കളറില്ല, ഈ വീഡിയോയിൽ കാണുന്ന കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അരിച്ചെടുക്കണം. അരിച്ച് നമ്മൾ നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റണം. ബൗൾ ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് മാറ്റിയാൽ മതി. നമ്മളിപ്പം വൃത്തിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നനവുണ്ടായിരിക്കരുത്. മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇരിക്കുന്നതാണ്. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിനി അത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ. ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാനേ. കറക്റ്റ് വന്നിട്ടുണ്ടോ? അടുത്ത വായിൽ വെച്ച് കൊടുക്കണം. അന്നക്കുട്ടി, നമ്മുടെ അന്ന ഇവിടെ വന്ന് ഇപ്പൊ ഉണ്ട്. കറക്റ്റ് ടേസ്റ്റ് വന്നിട്ടുണ്ടോ? വലിയ ചക്കരക്കുട്ടി കൊച്ചിനോട് കൊടുക്കട്ടെ. കറക്റ്റ് ഇതിന് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. പാലും പഞ്ചസാരയും അല്പം സോഡാപ്പൊടി, ഇത്രയും മാത്രം മതി. നിങ്ങളും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വേറൊന്നും പറയില്ല. അടുത്തൊരു വീഡിയോ കാണുന്നത്. ടാറ്റാ, ബൈ ബൈ. ബൈ.